ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ഇടുക്കി കട്ടപ്പന റൂട്ടിലെ കാൽവരി മൗണ്ട് അല്ലെ കല്യാണത്തണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നീലക്കുറിഞ്ഞി പൂത്തതറിഞ്ഞൊരു യാത്ര. അപ്പോൾ പോകുന്ന വഴി ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഞാൻ വണ്ണപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് യാത്ര തുടങ്ങിയത്. അവിടുന്ന് കയറിപ്പോകുന്ന വഴി കള്ളിപ്പാറ, തട്ടേക്കല്ല്, ചൂരവള്ളി, ഇടുക്കി ഡാം, അങ്ങനെ കുറേ സ്ഥലങ്ങളും കുറേ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും നമ്മൾ തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെ ഒന്നും നിർത്തുന്നില്ല, നേരെ പോന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം. വഴിയിൽ കാണാൻ നല്ല രസമാണ്, പച്ചപ്പ് പുതച്ച് ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട്. വളരെ ഭംഗിയാണ് കാണാനായിട്ട് ഓരോ സ്ഥലങ്ങൾ. ഇടുക്കി പണ്ടേം ഇടുക്കിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഭംഗി, ഇടുക്കിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാം. നമ്മൾ പോകുന്നത് കല്യാണത്തണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വലിയ ദൂരം, ഇടുക്കിന്ന് വലിയ ദൂരമില്ല, എന്നാലും രസമാണ്. രാവിലെ വരുവാണെങ്കിൽ ഒത്തിരി തിരക്ക് കൂടാണ്ട്, അവധി സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. രാവിലെ പോവുകയാണെങ്കിൽ ഒരുപാട് തിരക്ക് കൂട്ടങ്ങളില്ലാതെ, ആൾക്കാർ ഇല്ലാതെ നമുക്ക് കയറി കണ്ട് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നമ്മുടെ പൂവിനെ കണ്ടേച്ചും വരാം. കാൽവരി മൗണ്ട് ഈ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. നല്ല രസമാണ് കാണാനായിട്ടും വന്നിരിക്കാനായിട്ടും ഒക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ടോപ്പ് സൈഡ്, അതായത് റിസർവയർ ആയിട്ടുള്ള ഭാഗങ്ങൾ കാണാനൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ട് നമുക്കിവിടെ. മലഞ്ചെരുവ്, അവിടെ നമ്മൾ വന്നിരിക്കുന്നതിന് നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ചെറിയൊരു പാസ് ഉണ്ട് ഇവിടെ കയറുന്നതിന്. അപ്പം പാസ് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പൈസയൊന്നുമില്ല, ചെറിയ പൈസയുള്ളൂ. പിന്നെ ക്യാമറ കയറ്റുന്നതിന്, വലിയ ക്യാമറ, പ്രൊഫഷണൽ ക്യാമറകൾ കയറ്റുന്നതിന് പൈസയുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല, നമ്മൾ ഫോണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ നീലക്കുറിഞ്ഞി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയാൽ ഇതിനവിടെ നീലക്കുറിഞ്ഞി തന്നെ, എന്നാൽ മേട്ടുക്കുറിഞ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 12 വർഷമല്ല 7 വർഷത്തിലൊരിക്കൽ പൂക്കൂന്നാണ് അവിടെ ഒരാൾ പറഞ്ഞത്. കാണാൻ നല്ല രസമാണ്, നിങ്ങളും പോയെന്ന് കണ്ടു നോക്കുക. പൂക്കൾ പറിക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒത്തിരി പൂക്കൾ കാര്യങ്ങളൊക്കെ കയ്യിൽ പറിച്ച് വെച്ച് ആൾക്കാർ നിൽക്കണം ഞാൻ കണ്ടു. നമ്മൾ ചെല്ലുമ്പോഴാണേലും അടുത്തയാൾക്ക് വരുമ്പോൾ കാണാനായിട്ട് ഇതവിടെ ബാക്കി കാണണമെങ്കിൽ നമ്മളത് ബാക്കി വെച്ചേച്ച് പോന്നാലേ കാണുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള മനസ്സ് ഉണ്ടാവണം നമുക്കൊക്കെ.
ചെന്ന് കഴിയുമ്പം അതിൻ്റെ ഒരു മലഞ്ചെരുവിലായിട്ടാണ് കേട്ടോ ഈ പൂക്കളൊക്കെ നിൽക്കുന്നത്. മണ്ടേ നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കൂല. ആ സൈഡിൽ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽപ്പുണ്ടാവും. താഴത്തോട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. താഴത്തോട്ട് പയ്യെ ഇറങ്ങി ചെല്ലാം. നമുക്ക് ഇറങ്ങി ചെന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല ഭംഗിയാണ്. എല്ലാവരും പോയി ആസ്വദിക്കുക. എപ്പോഴും കാണാൻ കിട്ടുന്ന അവസരമല്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.